അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശുദ്ധമായ റബീഉ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ആമുഖങ്ങളൊന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കാം. ഈ റബീഉ നമ്മളിൽ നിന്ന് അസ്തമിച്ച് തീരുമ്പോൾ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ എത്രമാത്രം ഹബീബിനെ ഹൃദയമറിഞ്ഞ് നമ്മൾ സ്നേഹിച്ചു എന്ന് ആലോചിച്ച് നോക്കുക. എത്ര സ്വലാത്തുകൾ മദീനയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു. നമ്മളുടെ മനസ്സിൽ എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിയിരിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് 15 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1500-ാമത്തെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും അവസാനിക്കുമ്പോൾ ഹൃദയത്തിൽ എത്രത്തോളം ആ മദീനയുടെ രാജകുമാരനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. നാളെ വിശുദ്ധമായ സ്വർഗീയ ലോകത്ത് വെച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമെന്ന് പറയുന്നത് ആ നിമിഷമാണ്. മൗലിദിൻ്റെ കിതാബുകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് ഇങ്ങനെയാണ്: അന്ത ഉമ്മുൻ നമ്മബൂ മഹറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സീദി ഖൈറൻ നബീ. മഹ്ശറയിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഒരൊറ്റയാൾക്ക്. മറ്റൊരാൾക്കും അവിടെ ശഫാഅത്തിനുള്ള ഓപ്ഷനില്ല. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ശിരസ് ചേർത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, എൻ്റെ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്താൻ. അവിടെയാണ് ഈ വിശുദ്ധമായ കവിതയുടെ മനോഹാരിത നമ്മൾക്ക് മനസ്സിലാവുക. അന്ത ഉമ്മുൻ, നബിയെ നിങ്ങൾ ഉമ്മയാണോ? അമ്മബു അല്ലെങ്കിൽ ഉപ്പയാണോ? മാറ ഐനാ ഫീഹിമ, നബിയെ ഉപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക്, നിങ്ങളുടെ നന്മ പോലത്തൊരു നന്മ. എന്നെ പ്രസവിച്ചത് എൻ്റെ ഉമ്മയാണ്, എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ ഉപ്പയാണ്. അവർ രണ്ടുപേരും നൽകിയ സ്നേഹത്തിൽ നിങ്ങൾ നൽകിയ നന്മയേക്കാൾ വലിയൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, യാ സയ്യിദി ഖൈറൻ നബി എന്ന് ഹൃദയമറിഞ്ഞ് പറയുമ്പോൾ, ആ ഷഫാഅത്തുൽ ഉദുമയുടെ സമയത്ത് യൗമയഫിറുൽ മർഉ മിൻ അബീഹി ഉമ്മിഹി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉമ്മയുടെ അടുത്ത് നിന്ന്, ഉപ്പയുടെ അടുത്ത് നിന്ന് ജനങ്ങൾ ഓടി അകലുന്ന ആ നാളത്തെ ഒരു സമയമുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ടാകുമെന്ന് റസൂൽ പറയാണ്. നമ്മൾക്ക് ആ ഹബീബിനെ ഒന്ന് പ്രണയിച്ചാൽ മതി, ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മതി, സ്വലാത്ത് ചൊല്ലിയാൽ മതി. നമ്മളുടെ ജീവിതം നന്നാക്കാൻ, നമ്മളുടെ ജീവിതത്തിൽ മനോഹരമായ ഒരുപാട് സ്വഭാവങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് സാധിക്കും. സ്വലാത്ത് നിത്യമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവം പളുങ്കുപോലെ നന്മയുള്ളതാകും. സ്വലാത്ത് നിത്യമാവാത്ത സമയത്തിലാണ് നമ്മളുടെ സ്വഭാവം വളരെ മോശമാകുന്നത്. നല്ല സ്വഭാവത്തിലൂടെ നന്മയുള്ള ജീവിതം നയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ നല്ലതിലേക്ക് സാക്ഷി നിൽക്കുന്ന ഫൈസിങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.